ഇവിടെ സഖാക്കളെല്ലാം സൂചിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി മേഖലയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ ഈ സർക്കാർ മുഖവിലക്കെടുക്കുന്നില്ല എന്നതിന്റെ വിഷയങ്ങളെല്ലാം അവർ സൂചിപ്പിച്ചു. നമുക്കറിയാം, കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ ഏറ്റവും വലിയ അവശ്യമായ കാര്യമാണെന്നും അവർ നമ്മുടെ സൈന്യമാണ് എന്നും നമ്മളെന്നും അവരെ ചേർത്ത് പിടിക്കണം എന്നും പറഞ്ഞ ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഈ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളെ കാണാതാകുമ്പോൾ മാധ്യമപ്രവർത്തകർ തന്നെ, ഞങ്ങളാരുമല്ല ചോദിച്ചത്, മാധ്യമപ്രവർത്തകർ തന്നെ ആദ്യഘട്ടത്തിൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് സർക്കാർ അവിടെ നേരിട്ടിടപെടാത്തത്? എന്താണ് മുഖ്യമന്ത്രിയോ അതുപോലെ ഫിഷറീസ് മന്ത്രിയോ അവിടെ പോകാത്തത്, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ, തീരദേശ മേഖലയിൽ കടന്നു ചെല്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ, തീരദേശ മേഖലയിലെ അവിടെയൊക്കെ എന്താണ് എന്ന് നമുക്കറിയില്ലേ എന്ന് അധിക്ഷേപിക്കുന്ന മറുപടി പറഞ്ഞ ആളാണ് ശ്രീ വി ഡി സതീശൻ. അത്തരത്തിൽ തീരദേശ ജനതയെ അധിക്ഷേപിച്ചുകൊണ്ട് തീരദേശത്തുള്ള ജനങ്ങളാകെ മോശമാണ് എന്ന് ചിത്രീകരിക്കുന്നതിനു വേണ്ടി തയ്യാറായ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് നമ്മുടെ അനുഭവത്തിലുണ്ട്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ഡിവൈഎഫ്ഐക്ക്, തിരുവനന്തപുരത്ത് സമരങ്ങൾ ഏറ്റെടുക്കുന്ന ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് കഴിഞ്ഞ ഒരു വർഷം മുൻപ് ഒരു തൊഴിലാളിയെ റെയിൽവേയുടെ അനാസ്ഥ മൂലം ആമേഴഞ്ചാൻ തോടിൽ കാണാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് കേരളത്തിലെ ഏറ്റവും അവസാനം നടന്ന ഒരു വലിയ വിഷയമായതുകൊണ്ടാണ് ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനോട് പോലും ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യത്തെ ഉൾപ്പെടെ കേരളത്തിലേക്ക് അയക്കണം എന്ന് പറഞ്ഞ് 24 മണിക്കൂർ അവിടെ മന്ത്രിയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രവർത്തനം ഏറ്റെടുക്കണം, രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിരുന്നു. പൂർണ്ണസമയം തദ്ദേശ സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിൽ ഉണ്ടാകണം, കൌൺസിലർമാർ, ചെയർപേഴ്സൺമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് നേതൃത്വം വഹിക്കണം എന്ന് സർക്കാർ തന്നെ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇന്ന് ഒരു തരത്തിലുമുള്ള രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നടത്താതെ പ്രളയം വന്നാൽ, മഴ വന്നു കഴിഞ്ഞാൽ അത് മേഘവിസ്ഫോടനമാണ് എന്ന് പറഞ്ഞ്, അത് ശ്രീ വി ഡി സതീശനുള്ളപ്പോൾ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നു, മറ്റാരെങ്കിലും ഭരിക്കുമ്പോൾ അങ്ങനെയല്ല, മഴ ഉണ്ടാകുന്നു, മഴയുണ്ടായാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന തരത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാടും ഭരണത്തിൽ വരുമ്പോൾ ഒരു നിലപാടും സൂചിപ്പിക്കുന്ന, ഏറ്റെടുക്കുന്ന ഒരു നിലയാണ് ഉണ്ടാകുന്നത്. ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ തന്നെ ഒരു MLA, നിങ്ങളുടെ തന്നെ ഭരണത്തിന്റെ ഭാഗമായ ഒരു MLA, അദ്ദേഹത്തിന് നേരെ ഈ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ച വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കേണ്ടവരാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഞങ്ങൾ അക്കൗണ്ടബിൾ ആക്കാൻ അറിയാത്തവരല്ല എന്ന് നിങ്ങളുൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് ശരിയാണ്. നിങ്ങളെ അക്കൗണ്ടബിൾ ആക്കുന്നതിന് കേരളത്തിലെ ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം, തലസ്ഥാനത്തെ ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം ഇവിടെ നിലകൊള്ളും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.